ചാണ്ടിയുമ്പൻ്റെ കഷ്ടകാലം തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ അംഗീകരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലശേഷം മകൻ വരുന്നത് അവർക്കാർക്കും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ടാണല്ലോ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് ഒരു സ്ഥാനാർത്ഥിയാക്കുവാൻ അവർ പല ശ്രമങ്ങളും നടത്തി. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കണ്ടെന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടും അവസാനമാണ് ചാണ്ടിയുമ്മൻ്റെ പേര് വന്നത്. അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കാൻ തന്നെയായിരുന്നു അവരുടെ ധാരണ. ഇപ്പോൾ അത് പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും ചില കാര്യങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തോട് പറയാറില്ല, അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാറില്ല. അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സിൽ അദ്ദേഹം നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, ആരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ കാരണം പിണറായി വിജയനോട് അല്പം സ്നേഹം കാണിക്കുന്നു. അത് ന്യായമല്ലേ? ഉമ്മൻചാണ്ടിക്ക് രോഗം മൂർച്ഛിച്ചു. അദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകുവാനോ ചികിത്സിക്കുവാനോ ഒരു മനുഷ്യനില്ലായിരുന്നു. കോൺഗ്രസ് പാർട്ടിയേ ഇല്ലായിരുന്നു. പിണറായി വിജയൻ ഇടപെട്ട് മെഡിക്കൽ ട്രസ്റ്റ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ ഒരുക്കി കൊടുത്തു. ഏത് രാജ്യത്ത് പോയി ചികിത്സിക്കണമെങ്കിലും ചികിത്സിക്കാം, അതിനു വരെ അനുമതി കൊടുത്തു പിണറായി വിജയൻ. ഇത്രയും ചെയ്ത ആളിനെ മറക്കാൻ പറ്റുമോ? മറന്ന് മുമ്പോട്ട് ചാണ്ടിയുമ്മന് പോകാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹം പിണറായി പുകഴ്ത്തും. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കിട്ടിയ അനുഭവമാണ് അവർ പങ്കുവെക്കുന്നത്. അത് തെറ്റാണെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവരാ നന്ദികേട് കാണിക്കുന്നു. അതിന് ചാണ്ടിയുമ്മനെ നിങ്ങൾ തഴയുന്നു, ഒന്നുമില്ലാതാക്കി കളയുന്നു. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്.